പിങ്കി പിങ്കിയേ ഓ ഇത് വാ മക്കളെ എന്താപ്പോ വാ എന്ത് വിളിച്ച മക്കളെ ഓണമൊക്കെ വരികയാണ്. ഓ നല്ല കാര്യം. വർക്ക്ഷോപ്പൊക്കെ വൃത്തിയാക്കണം. ഓ ആക്കിക്കോ. നീയും കൂടെ നിക്കണം അപ്പൂപ്പന്റെ കൂടെ. അയ്യോ അപ്പൊ എനിക്കത് പറ്റൂല. അതെന്തേ? അതെ ഞാൻ വെളുപ്പിന് കുറെ സ്വപ്നം കണ്ട് അപ്പൊ ഞാൻ എണീക്കാൻ ലേറ്റ് ആയി പോയി. ഭയങ്കര തലവേദന. ഞാൻ പോയി ചായ കുടിച്ചു. എവിടെ പോണേ നീ? ഇവിടെ നില്ലേ നോക്ക്. നിന്റെ കള്ള അളവ് അപ്പൂപ്പൻ അറിയാം. എന്ത് പറഞ്ഞാലും ഉടനെ നീ പല കാരണങ്ങളും പറഞ്ഞു മാറും. ഇങ്ങോട്ട് നോക്ക് മക്കളെ, ഓണം വരെയാണ്. ഇവിടെ എല്ലാം വൃത്തിയാക്കണം. ഇങ്ങോട്ട് നോക്ക്. വേണ്ട ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ഒന്ന് കുടന്ന് ഒന്ന് ശരിയാക്കും മക്കളെ. എന്തോ അത് എന്താടി നീ കൂടെ വെച്ചോ കുടന്നല്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി കുടന്നൂടെ? ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പണിയെടുക്കാൻ അറിഞ്ഞൂടാ. പണിയെടുക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങോട്ട് ഓ നീ എന്തൊരു കാണിച്ചത് നീ? ഞാൻ പോട്ടാ. ഇവിടെ പോണേ, ഇവിടെ വലിയ നോക്ക്. അതെല്ലാം പറക്ക, അതെല്ലാം പറക്ക. ഞാൻ അതൊക്കെ പറക്കടേ. അപ്പു ബാലവേല നിരോധിച്ച കാര്യം അപ്പു മറക്കരുത്. കടല്ലേ നീ അവനവന്റെ വീട്ടില് ജോലി ചെയ്യുമ്പോഴേ അതിന് ബാലവേല എന്ന് പറയൂല കേട്ടാ. നിന്റെ വേല കൈ വെച്ചേ അത് അവിടെ നോക്ക്. അയ്യോ എനിക്ക് എത്തൂല. എത്തൂലേ? ഇല്ല എത്തൂലെങ്കിതാ ഇതൊക്കെ മാറ്റി അങ്ങോട്ട് പോയി. അയ്യേ ഇതൊക്കെ മാറ്റി അങ്ങോട്ട് പോയി. എടുത്ത ആ മൂലക്ക് ചാരി വേടി. ഇവിടത്തെ ഇത് ഷീറ്റ് എടുക്കണം. അമ്മച്ചി അയ്യോ എന്തൊരു വെയിറ്റ്. ആ അതീനത്തെ ഇങ്ങോട്ട് മാറ്റി പോയിക്കണം. ഈ അവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ എടുത്ത് വെക്കാം, ഇവിടെ ഇരിക്കുന്ന സാധനം അവിടെ എടുത്ത് വെക്കാം. ഇതെന്തോന്ന് അപ്പോ ഇത്? ഇങ്ങോട്ട് വാ. ഇത് പിടി, ഇത് പിടി, ഇത് പിടി. ഏത് പിടിക്കാ? ഈ ഷീറ്റ് പിടി പിടി പിടി. പയ്യെ പയ്യെ നീ കൂടെ നോക്ക്. ആ ചൂലെടുത്ത് ഇവിടെയൊക്കെ അടിച്ചു വാരി. അടിച്ചു വാര്. അപ്പോ എനിക്ക് ഭയങ്കര നടുവേന. അപ്പോ കുഴപ്പമില്ല മക്കളെ, നീ ചെയ്യേ. ഓണം വരെ ആർക്കും കുഴപ്പമില്ല. ചെയ്യേ. ഇതെന്താന്ന് അപ്പൊ വല്ലപ്പോഴെങ്കിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് തൂത്ത് കേള. നീ എന്തിനാ കാണിക്കുന്നത്? നാരോമണം ചെയ്യടി. മതിയാ മതിയാ. തൂത്ത് അങ്ങോട്ട് മതിയല്ല വൃത്തിയായി. വാ പോവാം. എവിടെ പോണേ? ഇനി ദ്വാളികളുണ്ടെന്ന് സമാധാനപ്പെടും. വെള്ളം തായിക്കണം എനിക്ക്. വെള്ളം താക്കിന് പിന്നെ കുടിക്കാം. അയ്യോ നീ വെള്ളം തായിക്കണം. അപ്പച്ചി വെള്ളം. ഈ പെണ്ണിന്റെ അടവ് എന്ത് വേല പറഞ്ഞാലും അപ്പോഴും മുങ്ങും. കുറെ ഉണ്ടല്ലോ മോളെ. പങ്കു പിങ്കി മോളെ കാറി വാടി പങ്ക ഇങ്ങോട്ട്. കാര്യം പറയണ്ട് മക്കള്. വാടാ പങ്കുട്ട വാടാ. എന്താ മക്കളെ നിനക്കൊരു ക്ഷീണം പോലെ? മക്കളെ രാവിലെ കൊറേ പണിയുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഇപ്പൊ വന്ന് റെസ്റ്റ് എടുത്ത് ഇരുന്നതേ ഉള്ളൂ. നീ ഉറങ്ങിയില്ലേ? അയ്യോ ഇല്ല. ഒരുപാട് പണി ഉണ്ടായിരുന്നോ? ഞാൻ അതൊക്കെ പോട്ടു. ഉഷാറായ നിനക്കല്ല പിന്നെ ഇവിടെ ഈ വീട്ടിൽ ആർക്ക് എനർജി അല്ലേ? നിനക്കല്ല ഈ വീട്ടിൽ പിന്നെ വേറെ ആർക്കാണ് എനർജി? കാര്യം വാടാ കുട്ടാ. എവിടെ ഇനിയിപ്പോ എന്തായാലും നീ കാര്യം വന്നില്ലേ? നീ ഒരു കാര്യം ചെയ്ത് പിടി. ഓണമൊക്കെ വരെയില്ലേ, നമ്മൾ ഫുൾ നീറ്റ് ആക്കി ഇടണം. മനസ്സിലായോ? അത് ഇന്ന് ഏറ്റവും കറക്റ്റ് ആളാരാണെന്ന് അറിയാമോ ഇവിടെ? യെസ് ഞാനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ അത് നീ ചെയ്താലേ വൃത്തിയാവുള്ളൂ. കാരണം എന്താ, ഈ വീടിന്റെ മുതലാളി നീയാണ്. അത് നിനക്കറിയില്ലായിരുന്നു? അത് പിന്നെ നീ അല്ല അവിടെ. അയ്യയ്യേ നിങ്ങളല്ലേ ഇപ്പം ഗൃഹനാഥൻ? ഗൃഹനാഥനൊക്കെ ഞാൻ തന്നെ. വീടിന്റെ മുതലാളി ആര്? നീ. ഞാനാ? ഞാനല്ല നീ.
മുതലാളിമാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. മുതലാളിമാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. പക്ഷെ ഇത് ഓണമാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ആര് സെറ്റ് ചെയ്യണം? അവനോ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ മലയാളികൾക്ക് ഒരു ഉഷാറ് വേണ്ടേ? പിന്നെ ഞാൻ ഒരു കാര്യം പറ്റിക്കൊടുമാർ, ഇത് അങ്ങനെ ചുമ്മാ തൂത്താ പോരാ. ഇതൊക്കെ ഇങ്ങനെ മാറ്റി ഇവിടെ ഇവിടെ പൊടിയാണല്ലോ. നീ തൂത്തില്ലേ ഇവിടെ നീ ഡെയിലി ചൂലും കൊണ്ട് നടക്കണല്ലേ? അപ്പൊ നടക്കൂലല്ലേ? അത് തന്നെ തൂത്തില്ലല്ലേ? ഞാൻ ചൂലെടുത്തിട്ട് വരാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നീ ഒരിടവും പോകണ്ട എന്നല്ലേ? എവിടെ പോയി? അയ്യോ ഞാൻ ഇവിടെ തുടച്ചാണ് കേട്ടോ. ഒന്നും കൂടെ ചെളിയായി. ഒന്ന് തുടച്ചിടണേ ഇവിടെ. തൂത്തിട്ട് മതി. നിന്റെ അടിയിലേക്ക് താണ്ട ഇങ്ങനെ അടിച്ച്. ഇത് പാതി എന്ത് ചെയ്യണം? ഒരു കൈ കൊണ്ട് തൂത്തിട്ട് ഒരു കൈ കൊണ്ട് തുടക്കട്ടാ. കളിയാക്കല്ലേ? ഞാൻ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ. ഞാൻ നിന്നെ വിളിച്ച മെയിനായിട്ട് ഇതിനല്ല. പിന്നെ എന്തിന്? നമുക്ക് നല്ല ആഹാരം കഴിക്കണ്ടേ? കഴിക്കണോ? കഴിക്കണം. ഇതെന്തിരി മൈക്കാ? പ്രസംഗിക്കണല്ലോ. മാറ്റി നീ ഇത് തൂത്ത് തുടച്ചിട്ടിട്ട് വന്നിട്ട് അങ്കിളുടെ റൂം ഒന്ന് വൃത്തിയാക്കാൻ സഹായിക്കണം. ഞാൻ കാണൂടാ ഫുൾ. മനസ്സിലേ? ഞാൻ എല്ലാം മാറ്റിയിട്ടിട്ട് നീ കബോർഡൊക്കെ തുടച്ച് സെറ്റാക്കി മാത്രം മതി. ഞാൻ തിരിച്ചെടുത്ത് വെച്ചോളാം. നീ അടുക്കി തരുന്നു, ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കുന്നു. പിന്നെ എന്റെ ബോളുണ്ടോ? കുറച്ച് തുണികളുണ്ട്, അത് ഞാൻ വെളിയിടുന്നു. നീ മടക്കുന്നു, ഞാൻ തിരിച്ചു കയറ്റുന്നു. അങ്ങനെ നമ്മൾ ടാക് ടീം. ഏത് മാറി ഇങ്ങോട്ട് കൊടുകൈ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുഡ് അടിക്കുന്നു. ഞാൻ വിളമ്പി തരുന്നു, നിങ്ങൾ തിന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. മക്കൾക്ക് ഞാൻ വിളമ്പി തരും, നീ തിന്നുന്നു. അങ്ങനെയുണ്ട്. കളല്ലേ? അപ്പൊ സമയം കളയാനില്ല. ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം പെട്ടെന്ന്. അയ്യേ ഇങ്ങനെ മാറി. എനിക്കൊന്നും ചെയ്ത് ശീലം. എന്റെ പെണ്ണ നീ ഇതാ ഇങ്ങനെ അയ്യേ നിന്നെ പിന്നെ അങ്ങനെ കെട്ടിച്ചു വിടും നമ്മള്. എനിക്കറിയാം. ഏതായാലും നിനക്ക് പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല അല്ലേ? വീട്ടു പണിയെങ്കിലും കട്ടക്ക് പടി. ജില്ലെന്ന് ചെയ്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് നടക്കൂല. പിങ്കിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയായിരുന്നു. അപ്പച്ചി. അയ്യോ പിങ്കി, എവിടെ ചിന്തിക്കുന്നു അവിടെ പിങ്കി. ശൗചാലയൊന്നല്ലേ? നീ അങ്ങനെ ചിന്തിക്കാതെ. എന്തായാലും നീ ഒന്ന് വന്നിരുന്നെങ്കിൽ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് നീ കയറി വന്നു. ഇതൊക്കെ കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് നിന്ന് കയറി വന്നേ. ഇവിടെ വയ്ക്കേ? ഇവിടെയാ? ഇത്രയ്ക്ക് ബോധമില്ലേ? ഇതൊക്കെ അടുക്കളയല്ല വെക്കണത്. പിന്നെ എവിടെ വയ്ക്കാനാ? കൊണ്ടുവച്ചാണ് അപ്പച്ചി. ചുമ്മാ ഞാൻ ഇവിടെ പ്ലേറ്റ് കഴുകി തുടച്ചോണ്ടിരിക്കണം. കൊണ്ടുപോയി പിങ്കി. ഇവിടെ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് വാ. എനിക്ക് നിന്റെ അടുത്തൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കൊണ്ടുവച്ചിട്ട്. എനിക്ക് വെള്ളം വേണം. അതൊക്കെ തരാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിനക്ക് ഭയങ്കര സന്തോഷമാകും കേൾക്കുമ്പോ. പിങ്കി ആരാണ്? എന്താ അപ്പച്ചി? വെള്ളമാണ്, കുഴപ്പമില്ല. മക്കളെ പിങ്ക, ഓണം വരെയാണ്, അറിയാലോ അല്ലേ? അറിയാം. ഓണം വരെയാണ്. നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഇടണം, ഇല്ലെങ്കിൽ ഐശ്വര്യ ദൈവത ഇറങ്ങിപ്പോവും. ഉത്തരവാദിത്തം ആർക്കാണ്? 2 ക്ലാസ് കഴിഞ്ഞ ആണല്ലേ? മക്കളെ ആ തേങ്ങ ഒന്ന് എടുക്ക്. തേങ്ങയാ? തേങ്ങ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്നാ അതെടു. എന്തിന്? പക്ഷെ എല്ലാം അറിയണോ പിങ്കി നിനക്ക്? ആ തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തിരുവ്. ഞാൻ പൊട്ടിക്കണോ? വേണമെങ്കിൽ നീ ഒരു 5 പേരെ കൂടെ വിളി. എവിടെ ഇരിക്കണ്? നോക്ക്, അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് ഒന്ന് അനങ്ങി അങ്ങോട്ട് ചെയ്യ. അങ്ങോട്ട് എന്തോന്ന് അപ്പച്ചി? എന്നെ ഗണപതി പോവാതെ. എന്താണ് ഇത്? പഴം കടിക്കണോ ക്ഷേത്രം? അത് അടുക്കളയാണ്. എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കണത്? എനിക്ക് അറിഞ്ഞോട്ടോ അപ്പച്ചി, എനിക്കൊന്നും ശീലമില്ല. ഇടി ആ വെട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടി പൊളക്കാതെ. വെട്ടി പൊളക്കാനും? പിന്നല്ലാതെ മാറങ്ങോട്ട്. ഒരു അത്യാവശ്യം മനസ്സിരിക്കുമ്പോഴത്തേക്ക് ഇതല്ലേ തന്നെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണ? എനിക്കറിയാം ഇതൊക്കെ നിന്റെ അഭിനയമാണെന്നേ. നിനക്കൊന്നും അറിഞ്ഞൂടാ പെട്ടെന്ന്. ഇതെന്തോന്ന് അപ്പച്ചി? ഇനിയിപ്പോ ഇതങ്ങനെ? അയ്യോ, ഒരു പീസ് ചെറുതായി പോയി. കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? നീയല്ലേ തിരുവണത്. നിന്റെ സൗകര്യത്തിനല്ലേ നീ വെട്ടണത്. ഞാൻ തന്നെ തിരുവേം ചെയ്യണോ? ഓ, പിന്നെ ആര് തിരുവാൻ? എന്തോന്നപ്പച്ചി? ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് വെട്ടണ്ടത്. ഇത് കഴുകിയെടുക്കാം. ഇത് തിരുവാം. എന്നാ തിരുവ്. പിന്നെ പൊന്നു പിങ്കി, നീ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇഷ്ടം പോലെ കുടി 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 ഉണ്ടായി. അങ്ങനെയെങ്കിലും മാറി. പിങ്കി, ഇത് നീ ക്ഷീണിച്ചിരിക്കല്ലേ, നീ കുടി.
ഒരുമാതിരത്തെ ഒരു ടേസ്റ്റ് അല്ലേ? അതുകൊണ്ടായിരിക്കും എനിക്ക് തന്നല്ലേ. ഇടി ഇത് പെട്ടെന്ന് ചെയ്യാം. കാരണം ഇവിടുത്തെ അടുക്കള പണിയൊക്കെ നമുക്ക് തീർത്തിട്ടാണ് നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകും. എന്താണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് പെട്ടെന്ന് ഇത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് തന്നാ മതിയോ? ഇടി പോയി ചെലവേട്. അതുകൊണ്ട് ഞാൻ എടുക്കണോ? അതൊക്കെ എടുത്ത് തന്നൂടെ? പിന്നെ ഞാൻ നിനക്ക് ചെലവെടുത്ത് തരണോ? അവിടെ ആ പാത്രം അവിടെ. ഏത് പാത്രം? ഇടി പോയി ചെലവേട് പിങ്കി. എന്റെ ദൈവമേ. പാത്രം തരും ഒരെണ്ണം. ഇടി ഇവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും കൂടെ ഒരുമിച്ച് നടക്കൂല. പക്ഷെ ഇവിടെ മൊത്തം വെള്ളം. ഞാൻ എങ്ങനെ ഇവിടെ ഇരി? പതുക്കെ 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 ഇല്ലേ, പിടി പിടി. അല്ല ഇനി ഇതിന്റെ മണ്ണ കയറണം എങ്ങനെ? പിന്നെ ചെലവണ്ടേ? താഴെ ഇരുന്നല്ലേ ഓ, ഇനിയിപ്പോ ഞാൻ തറയിലും കൂടെ ഇരുന്ന് ചെലവാ. പിന്നെ ഇവിടെ ഇരുന്ന് ചെലവാനാ? പിന്നെ അല്ലാണ്ട് കൊള്ളാം. എനിക്കറിയണം നിന്റെ പല്ല് പോവേ ഉള്ളൂ പിങ്കി. അല്ല. ഈ പറത്ത തുണി ശരിയാണ്. ഇനിയിപ്പോ എന്റെ ഭർത്ത അങ്ങനെ കയറും. ഈ ഈ പീസാ നീ തരാൻ പോണത്? ഓ അമ്മേ. അയ്യോ എടി ദാണ്ട ഇതും കൂടെ ഇട്. അത് വേണ്ട അപ്പച്ചി, അതൊരു സുഖമില്ല കാണാൻ. ഇത്ര തേങ്ങ എന്തിനാവാൻ പിങ്കി? അങ്ങോട്ട് തിരി. ഇത് വെച്ച് ഉണ്ടാക്കിയാ മതി. കളിക്കല്ലേ. എന്തോന്നാ അയ്യോ, പണിയെടുത്ത് മനുഷ്യനെ നടുവൊടിഞ്ഞ് എല്ലാരും കൂടെ ഈ വീട് മൊത്തം എന്നെ കൊണ്ട് വൃത്തിയായിപ്പിക്കുള്ളൂ. എനിക്ക് വയ്യ. കറക്റ്റ് സമയപ്പോ റിങ്കി ഇവിടുന്ന് പോവുകയും ചെയ്ത്. ദൈവമേ. അയ്യോ, കുറച്ചു നേരം കൂടെ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്നെ ഉടലോടെ സ്വർഗത്തിൽ എടുക്കാമേ. ഇനിയിപ്പോ എന്തോ ചെയ്യും? കൈ വയ്യെന്ന് പറഞ്ഞാല വേണ്ട. ഒരു കൈ വയ്യെങ്കിൽ മറ്റേ കൈ കൊണ്ട് അവരുടെ അടുത്ത് പണിയെടുക്കാൻ പറയും. അതാണ് നടുവേദന എന്ന് വേണ്ട. സ്ഥിരം എടുക്കുന്ന അടവായണ്ട അവർക്ക് മനസ്സിലായി. കാല് വയ്യെന്ന് പറയാം. കാല് ഒടിയണ്ട, വേറെ എന്തെങ്കിലും പറയാം. ഇപ്പം ഇങ്ങനെ വന്ന് വീഴണം, ഇങ്ങനെ വന്ന് വീണം, നടുവേ പോളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വീണാലും വേണ്ടല്ലേ? അത് വേണ്ട. ഈ കാല് കുത്തി വീഴാം. ഇങ്ങനെ ഇങ്ങനെ വീഴാം. കുറച്ചൊരു അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി പറഞ്ഞേ, ഞാൻ വീണേ. അപ്പച്ചി ഓടി പറഞ്ഞേ. അപ്പച്ചി, അങ്കളെ ഓടി വാ, എനിക്ക് വയ്യ. അയ്യോ, ഞാൻ കാലും കുത്തി വീണേ. അയ്യോ, എന്നെ നടു ഒടിഞ്ഞേ. അയ്യോ അയ്യോ. ചേട്ടാ വേദനിപ്പിക്കാതെ. പിന്നെ നീ നോക്കൂ. പിന്നെ എന്റെ ആശുപത്രി കൊണ്ടുപോകാം. ഓ കൊണ്ടുപോ. പക്ഷെ കൈയൊക്കെ ചുമന്ന് കിടക്കണം. നീ ഒരു തുണി തുടച്ചോളൂ. ആശുപത്രി എടുത്തോണ്ട് പോ. ആശുപത്രി കൊണ്ടുപോണ്ട, എന്ത്? അവര് സൂചി കുത്തും. അശ്ശേ, ഇവളെന്തോ കൊച്ചുകുട്ടികളെ പോലെ. കാല് വല്ലം മുറിഞ്ഞാവേ. ചുമ്മാ ഇടാ ചേട്ടാ ദുഷ്ടൻ. നോക്കണ്ടേ നീ പറ്റിയെന്ന്? നിങ്ങൾ ആര് ഡോക്ടറാ നോക്കേ? അപ്പൊ ഡോക്ടറെ അടുത്ത് പോകാം. ഡോക്ടറെ അടുത്ത് പോണ്ട. അതല്ലേ നോക്കിയത്? എന്നാ നോക്ക്. ഇനി നോക്കട്ടെ. നോക്കട്ടെ. തുടർന്ന് വിളിക്കണേ. നോക്കണില്ല. കണ്ട കണ്ട ചേട്ടാ, ചേട്ടൻ ഇത് വല്ലതും അറിയാമോ? നീരുണ്ട്, ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കി വെക്കല്ലേ. ഏതാണ്ട് 10-15 വർഷമായിട്ട് ഈ ഇങ്ങനെ തടവണതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ട്. ഇതിപ്പോ കറുത്ത തന്നെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ മുറിഞ്ഞിരിക്കുന്നത് ഡെയിലി വീടൊക്കെ വേണമെന്നാണ് തോന്നുന്നു. ഇത് നീരൊന്നും ഇല്ലല്ലോ. ഇത് ഉടനെ വരാൻ എന്തോന്ന്? നീരല്ലേ കുറച്ച് കഴിയുമ്പോ വരുള്ളൂ അല്ലേ? കുറച്ച് കഴിയുമ്പോ വരുള്ളൂ. എനിക്കാണല്ലോ ഇവിടെ എന്തിനു വേണമെന്ന്. അവർ കാര്യം ചെയ്ത് കുഴമ്പിടാ. നീ കുഴമ്പല്ല എടുത്തു പോയി അണിച്ചു വാ. അയ്യോ, എനിക്ക് പിന്നെ ഇവിടെ ഇരുന്നു. എന്തോന്ന് എന്തിനാണെങ്കിലും നിങ്ങള് സുഖം അല്ല, ഇപ്പോഴാണ് ഒരു സുഖം കിട്ടിയെന്ന് പറയാറ്. നോക്കട്ടെ.
ചെരുപ്പ് 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 ചെരുപ്പ്. അയ്യോ അപ്പച്ചി വയ്യ അപ്പച്ചി മാറ് ചേട്ടാ മാറ് മാറ എണ്ണ ഉണ്ടെന്ന് എണ്ണ അവളെ കണ്ടപ്പോഴാണ് നിനക്ക് വയ്യാതായത്. ഒന്നും കാണിച്ച ചേട്ടാ എന്ത് വയ്യാതിരിക്കണ കാലാണ് ഇങ്ങനെ എടുത്ത് എറിയണത്. അങ്ങനെ പറഞ്ഞു ചോരപ്പച്ചി ബോധമില്ലാത്ത പോലെ കാണിക്കില്ലേ ചില സമയത്ത്. എനിക്കെന്തോ കാലിന്റെ പുറത്ത് പോയി ഞാൻ തടവി തരണോ? അയ്യോ ഇവളുടെ അമ്മ വിളിച്ച ഇപ്പൊ ബോധം പോയി. അയ്യേ അത് വേണ്ട അത് വേണ്ട എനിക്ക് എണ്ണ പറ്റില്ല അലർജിയാണ്. നിനക്കിത് മാറണോ? ഓ ഇങ്ങോട്ട് ഇരി. വീണെങ്കിലും കയ്യിരിപ്പിന് ഒരു കുഴപ്പമില്ലല്ലോ. അയ്യേ ഇതെന്തൊരു തടവി അങ്ങോട്ട് ഞെക്കിക്കോട്ടെ അങ്ങോട്ട്. ഓ അത് കെട്ടി കയറ്റി കൊടു. അത് കെട്ടാ എനിക്ക് അറിഞ്ഞൂടാ. അത് ചേട്ടൻ തന്നെ കെട്ടാം. അത് ഞാൻ കെട്ടിക്കോളാം. മതി അപ്പച്ചി. ഓ താങ്ക്സ്. അത് ഞാൻ കെട്ടിക്കോളാം. ഇവിടെ മാത്രം ഇടിച്ചോളാം, വേറെ എവിടെ ഇടിച്ചില്ലേ? വേറെ ഇവിടെ ഇവിടെയൊക്കെ ഇടിച്ച് എനിക്ക് ആ വീഴ എന്തോ ചേട്ടാ അവൾക്ക് ആ കൈ കൂടെ എന്തിനപ്പച്ചി എണ്ണ വെച്ച് കുളിപ്പിക്കാൻ പോണ എന്നെ? നീ എന്റെ കയ്യിൽ വെറുതെ എണ്ണ ഇരിക്കൂലേ. കെട്ട് കേട്ടോ കേട്ടടാ. സൂക്ഷിച്ചു കെട്ടണ അങ്കിൾ, കാലിനി ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതൊന്നും വേണ്ടേ ചേട്ടാ? പതുക്കെ ചേട്ടാ. എന്റെ പൊന്നു ഞാൻ പതുക്കെ തന്നെ ചെയ്യണത്. അങ്കിൾ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാ? ആവശ്യം ഉണ്ടോ ഇല്ലേ നമുക്കറിയാം. മര്യാദക്കിരി കേട്ടടാ. വേദനിക്കണ്. അയ്യോ എന്തൊരു കിടന്ന് വിളിക്കണേ. വേദനിക്കണ്. ചെവിതല്ലേ ചുമ്മാ ഇവിടെ കണ്ണോട് പോയി മറിഞ്ഞു കൊണ്ട് നോക്കാതെ പോയിട്ട്. ഇനി എല്ലാ പണിയും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണല്ലേ? ഏയ് തിന്നോ, ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ട് കേട്ടാ. റെസ്റ്റ് എടുക്കട്ടെ. അതാണ് അങ്ങനെ കാലിനിപ്പോ എങ്ങനെ തറ കുത്തു? ഇത് മടങ്ങണ്ടേ? ഉമ്മ ഇരിക്കടാ. ഇപ്പൊ കുത്തി. ചേട്ടാ ചേട്ടൻ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടാ ചേട്ടാ. പെട്ടെന്ന് അങ്ങ് ശരിയാവും. ചേട്ടാ ചെരുപ്പെടുത്തിട്ടൂടെ ചേട്ടാ? ചേട്ടന്റെ ചെരുപ്പല്ല. പിന്നെ ആരാ? അങ്ങോട്ട് മാറ്റ, അവളുടെ ചെരുപ്പ് താഴെ ഇരിക്കും. മാറ് എന്നാ. ഇട് കാറ്റ്. അയ്യോ എന്റെ ചേട്ട ഒന്ന് ഇട്ടുകൂടെ ചേട്ടാ. വേണ്ട വേണ്ടെന്നല്ലേ നീ ചെരുപ്പിൽ എവിടെ ചോട്ടി എണ്ണ നമ്മളെ മറിഞ്ഞടിച്ചു വീഴില്ലേ? നീയാ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടോളാന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് മാറി എണീപ്പിച്ചോളാം. എണീ. പിന്നെ ഇത് കിടക്കുമ്പോ ഇത് ഊരി വെക്കണം കേട്ടാ. ഇല്ലെങ്കിൽ ഞരമ്പെല്ലാം കൂടെ പ്രസ്സായി രക്തോട്ടം ഇല്ലാതെ കേരളത്തിൽ ജനിച്ച് നിനക്ക് ജയ്പൂരിൽ നിന്ന് കാല് വെക്കേണ്ടി വരും. എല്ലാം അറം പറ്റിയുണ്ടല്ലോ. കാല് മുറിച്ച് കളയേണ്ടി വരും. കുത്തല കുത്തല ആ കാല് കുത്തല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ കുന്നി പോലെ മുറി കൊണ്ട് കിടപ്പ്. എന്തോ ഇത് ഊരി വെക്കണോ അല്ലേ ഇത്? ഓക്കെ ഓക്കെ. അയ്യോ നോക്കി 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 വെക്കണേ, ഉടയല്ലേ. നീ എങ്ങനെ ഇരിക്കാൻ പോണ? അപ്പൊ അത് വിട്, അപ്പൊ കൈ വിട്. ഇങ്ങോട്ട് തിരി. അയ്യോ അയ്യോ. ഓക്കെ ഇനി ഞങ്ങൾ പോക്കോ. റെസ്റ്റ് എടുത്തോ കേട്ടാ, ശരിയാവേ. ശരി ശരി. അപ്പൊ ഞാൻ കഥ അടച്ചേക്കണേ. അയ്യോ എന്റെ ദൈവമേ, അയ്യോ രക്ഷപ്പെട്ടു. ഇനി ഒരു പണി എടുക്കണ്ട. എന്ത് സുഖം എന്റെ ലൈഫ്. ചോദിക്കുമ്പോ ഫുഡ് ഇവിടെ എത്തും. എനിക്ക് ബുദ്ധി നേരത്തെ തോന്നാത്ത. നല്ല ക്ലൈമറ്റ് അല്ലേ? ഇളം വെയിൽ, നല്ലൊരു കാറ്റ്, എന്താ ചെറിയൊരു ചാറ്റൽ മഴ, കട്ടൻ ചായ, നല്ലൊരു ജോൺസൺ മാസ്റ്റർ സംഗീതം കൂടെ ആയ വെരി നൈസ് ആയിരിക്കും. ചേട്ടാ ഞാനൊരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കുറുക്കൻ കല്യാണം കഴിക്കുന്നത്. നീ 6ാം ക്ലാസ് പിള്ളേരെ കഥ ഇവിടെ വിട്ടോണ്ടിരിക്കണത്? സത്യമാണ് ചേട്ടാ, വെയില് മഴ ഒരുമിച്ച് വന്നാൽ കുറുക്കൻ വന്ന് കല്യാണം കഴിക്കുന്നതാണ്. എന്നാ നീ അതിന്റെ സദ്യക്ക് പോ. മക്കളെ പെങ്കിക്ക് ചായ എല്ലാം കൊടുത്താ? ഇല്ല മാമ. അവക്ക് ചായ കൊടുക്കാത്തത് എന്തിന്? അവക്ക് പത്തിയാണോ? അവക്ക് ചായ ഒന്ന് കുടിച്ചൂടാ? പത്യ പറയിന് പത്യൊന്നുമില്ല. അത് തന്നെ, ചായയും പദ്യവും തമ്മിൽ എന്തോന്നും. പിന്നെ നീ കൊണ്ട് കൊടു. ചേട്ടാ ഒരാൾ വയ്യായിരിക്കും, അവർക്ക് കഞ്ഞി വെള്ളം കൊടുക്കണോ ഉപ്പിട്ട്? അതൊന്നും അവർക്ക് ഇഷ്ടമൊന്നും അല്ല ചേട്ടാ. അയ്യോ കണ്ടു പറഞ്ഞു വണ്ടിക്കൊണ്ട്. എന്താടി അയ്യേ കാല് വയ്യ.
നിങ്ങൾ ചായ കുടിക്കണോ? നിനക്ക് ചായ വേണോ? ഓ വേണോ? ഓ അത് പിടി കൂടി. ഇത് നോക്കി ചൂടില്ല കേട്ടാ. ചൂടില്ലേ? ചൂടാക്കി കൊണ്ടുവരട്ടെ. ഇപ്പൊ കൊണ്ടുവരാം കേട്ടാ. മക്കളെ കൊള്ളാം കേട്ടാ. അയ്യോ പക്ഷേ ചെറിയൊരു എറർ ഉണ്ടല്ലോ മക്കളെ. എററാ? എന്താന്ന്? ഉണ്ട്, എല്ലാം പറഞ്ഞു തരാം. അപ്പച്ചി എന്ത് ചെയ്യാൻ പോണ്? തൂത്തുവാരാൻ പോണ ഇവിടെ? ഇവിടെ എല്ലാം തൂത്തു പറഞ്ഞില്ല, ഒരു ചവറിന് അടിച്ചു വാരി എടുത്ത് ദൂരെ എറിയണം, അതിനാണ്. ശരി, ഇങ്ങോട്ട് നോക്ക്. ഓ, വയ്യ. ഇങ്ങോട്ട് നോക്ക്. എഴുകടി. എനിക്ക് വയ്യാത്തയാണ്. വയ്യാത്തേ അയ്യാട്ടെ പറ്റണല്ലേ? ഇല്ല. യാത് കാലടി കെട്ട്. ഏത്? വലത്തെ കാലിൽ തന്നെ ഞാൻ കെട്ടി തന്നത്. ഇടത്തെ കാലിൽ കെട്ടിക്കൊണ്ടാ ഇരിക്കുന്നതിന് അപ്പൊ പിന്നെ പിന്നെ അടിച്ചത് ഇവളെ തൊലി ഉരിക്കണമല്ലോ. അത് തന്നെ. കൊണ്ടുള്ള കുഴമ്പ് മൊത്തം തേപ്പിച്ചിട്ട് അല്ലോ